ഹലോ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോട്ടെ, ഇനി അത് മറക്കണ്ട. അപ്പോൾ അത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ നീച്ചത്. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസിലല്ല അത് വെക്കുക. പിന്നെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു, ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുട്ടിയോട് പെട്ടെന്ന് നീച്ച് വന്ന് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പലഹാരം എന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറയ്ക്കിട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ, പക്ഷെ അത് കുറയും തോന്നണില്ല, കാരണം അത് ശീലമായതാണ് സംഭവം. അപ്പോൾ അത് ഞാൻ കുറയുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പരമാവധി ഞാൻ ശ്രദ്ധിക്കുക, പക്ഷെ ശ്രദ്ധിച്ചാലും അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ പുട്ടിനുള്ള വെള്ളം ഫസ്റ്റ് തന്നെ ഗ്യാസിൽ വെക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നിട്ട് വേണം പുട്ടിനുള്ള പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അതപ്പോഴത്തേനും ചൂടാവുമല്ലോ, തിളയ്ക്കുമല്ലോ. അപ്പോഴത്തേനും പുട്ടിനുള്ള പൊടി കുഴച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു മഴ നിൽക്കണം തന്നെ ഇല്ല കേട്ടോ. രാവിലെ രാത്രി മുതൽ തന്നെ നല്ല മഴയാണ്. അല്ലെങ്കിൽ പിന്നെ പകലൊന്നും അധികം മഴയൊന്നും ഉണ്ടാവാറില്ല. രാത്രി പിടിച്ചിട്ടാണ് മഴ ഉണ്ടാവുള്ളൂ. ഇന്ന് അങ്ങനെ ഇല്ല കേട്ടോ. ഇന്ന് രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പെയ്തും കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതായത് അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ആയിട്ടുണ്ട്. ആകെ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കിച്ചു തുമ്പിയൊന്നും ഇതിപ്പോൾ അധികമൊന്നും കഴിക്കൊന്നുമില്ല, കുറച്ച് തന്നെ അവർ കഴിക്കുള്ളൂ. പിന്നെ ഞങ്ങളായാലും അതെ കേട്ടോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ആരും നീച്ചിട്ടില്ല, കുട്ടികളും നീച്ചിട്ടില്ല, ഏട്ടനും നീച്ചിട്ടില്ല. കിച്ചുവിനാണെങ്കിൽ കിച്ചുവിനും തുമ്പിക്കും കേട്ടോ. രണ്ടുപേർക്കും ഒരു അലർജി പോലെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ കുരുകളുണ്ടായിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മുടെ കിച്ചുവിനാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒന്ന് ഭേദമായി വന്നപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്കും ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കാരണം അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞായറാഴ്ച ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞത്. കിച്ചു ആണെങ്കിൽ 2 ദിവസമായിട്ട് സ്കൂളിലേക്കൊക്കെ പോയിട്ട് ഈ ഒരു അലർജി കാരണം കൊണ്ട് അവന് സ്കൂളിലേക്കൊന്നും വിടണ്ടായിരുന്നില്ല. ഇനി നാളെ മുതൽ സ്കൂളിലേക്കൊക്കെ വിടണം കേട്ടോ അവനെ. അപ്പോൾ അങ്ങനെ തുണികൾ തിരുമ്പലും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ സമാധാനത്തിൽ പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വേഗം എല്ലാ പണികളും തീർക്കണം കേട്ടോ. അവരൊക്കെ നീച്ചു, ഈ ഒരു ടൈമിലൊക്കെ നീച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവരപ്പുറത്ത് അടുക്കളയിൽ ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് കഴിക്കുകയൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വേഗം തുടച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഈ തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ നടക്കും കേട്ടോ. എനിക്കാണെങ്കിൽ തുടക്കണോടത്ത് കൂടെ നടക്കണമെന്ന് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് ഇറങ്ങി കേട്ടോ. ഞങ്ങളിതാ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലം തന്നെ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അവരുടെ അലർജി വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അലർജിയാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം എന്നാൽ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കിച്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ അങ്ങനെ ഒരു ജ്യൂസും പപ്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നനയുകയൊക്കെ ചെയ്തു. പപ്സ് വന്നപ്പോൾ നമ്മുടെ കിച്ചും തുമ്പിയും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ. കിച്ചു ആണെന്നുണ്ടെങ്കിൽ കഴിക്കാതെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവന് സൈക്കിളിൻ്റെ ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവനത് ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ സോസൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ അവൻ എനിക്ക് തരുന്നില്ല. അവനായിട്ട് കഴിക്കുക പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങോട്ട് മേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവൻ എനിക്ക് തരുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം പോയിട്ട് ഓർഡർ ചെയ്തു, ഒരെണ്ണം കൂടി പറഞ്ഞു കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും തുമ്പിക്കുട്ടി അങ്ങനെ കഴിച്ചു അതിരുന്നിട്ട്. അവനാണെങ്കിൽ ഈ ഒരു സംഭവം ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് അറിയില്ല. എന്നാൽ നമ്മൾ പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കൂല കേട്ടോ. അവനായിട്ട് സ്വന്തം സോസിലൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കണമാണ് കേട്ടോ അവനിഷ്ടം. അങ്ങനത്തെ ഓരോ സ്വഭാവങ്ങളാണ് കേട്ടോ ഇവർക്കുള്ളത്. അപ്പോൾ ഏട്ടൻ അവന് വാരി കൊടുക്കുന്നുണ്ട്, ഞാനും തുമ്പിക്കുട്ടിക്കും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുമ്പിക്കാണെങ്കിൽ ആ പപ്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഷെയ്ക്കാണ് കേട്ടോ പിന്നെ പറഞ്ഞിരിക്കുന്നത്, 2 ഷാർജ ഷേക്കും പറഞ്ഞിട്ടുണ്ട്. മഴയത്ത് ഷാർജ ഷേക്ക് കുടിക്കാൻ നല്ല രസമല്ലേ, അപ്പോൾ അത് കണ്ടുകൊണ്ട് ഷേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഷേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചുവിന് ഒരു ഫുഡിൻ്റെ ഒരു ചാർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ വരെ ഒരേ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഓരോ ദിവസം കൊണ്ടുപോകേണ്ട ഐറ്റംസൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ സ്പെഷ്യലായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് കാരണം. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വരണ വഴിയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, മഴച്ചാറിലൊക്കെ കാരണം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഇട്ട് ഇവിടെ എത്തി കിട്ടിയത് തന്നെ.
തുമ്പിയെ ഒരു ഹായ് കൊടുക്ക്. ഇതൊക്കെ പകുതിയൊക്കെ അവിടെ തന്നെ തുമ്പി. ഈ പറയുന്നുണ്ടല്ലോ കുരുവി. അപ്പം അങ്ങനെ എന്താ ഒരു 5 മണിയൊക്കെ 5 മണിയല്ല ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. ഇപ്പോൾ മഴയൊന്നും വലിയ കാര്യമായിട്ട് കാണാനില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ പോയതാണ് കേട്ടോ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ ഒറ്റപ്പാലം വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ പോയതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ ഇവിടുത്തെ ഈ പരത എന്നാണ് കേട്ടോ പറയുക, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വീടെത്തിയിട്ടുണ്ട്, ചളവറയിൽ തന്നെ എത്തിയിട്ട് ലാസ്റ്റ്. നമ്മുടെ കിച്ചുവിന് നാളെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് കാരണമാണ് ഓടിപ്പടഞ്ഞിട്ട് വന്നത് തന്നെ. അപ്പോൾ പുറത്തിറങ്ങാൻ നല്ല മഴ. ഞങ്ങൾ വന്ന് കയറി, ഞാൻ കുറച്ച് തുണികളൊക്കെ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിരുമ്പിയിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടു നല്ല മഴ പെയ്യുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ കാണുമ്പോൾ അത്രയ്ക്ക് വലിയ മഴയൊന്നും ആയിട്ട് തോന്നില്ല, പക്ഷെ മഴ ഉണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ലേ മഴയൊക്കെ കാണാൻ വേണ്ടി മുന്നിൽ തന്നെ വന്ന് നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചു അകത്തിരുന്നിട്ട് എന്തൊക്കെയോ കളിക്കണോ എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.